ഘടന പുഴയും ഈ കരയും തമ്മിലുള്ള ഈ മൺതിട്ട പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലവും ഈ പുഴയും തമ്മിലുള്ള അകലം എത്രയുണ്ട് ഇതെല്ലാം ഈ ദൃശ്യത്തിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇത് ഈ ഒരു മാപ്പിന്റെ സഹായത്തോടു കൂടി ഷംന വിശദീകരിക്കും. ഷംന, എങ്ങനെയാണ് ഈ ഒരു ഘടന ഗംഗാവലി പുഴയിൽ, അതുപോലെ തന്നെ ഈ നേവി ഏത് രീതിയിൽ ഏത് സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് വിശദമാക്കുക. ഇതാണ് അപകടം നടന്ന മേഖല. ഇവിടെയാണ് അപകടം നടന്നത്. ഇവിടെ നിന്ന് മണ്ണ് പുഴയിലേക്ക് വീണ് രണ്ട് വലിയ മൺകൂനകളായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നേവി പരിശോധന നടത്തുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ മേഖലയിലായിരുന്നു, കരയിലായിരുന്നു പരിശോധന നടത്തിയത്. ഇന്നിപ്പോൾ ഈ പുഴയിലാണ്, ഇവിടെയാണ് പരിശോധന നടത്തുന്നത്. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ മാറിയാണ് അപകടത്തിൽപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറി കണ്ടെടുത്തത്. ഈ പുഴ നേരെ വരുന്നത് ഇവിടെ കൊങ്കൺ പാതയിലെ റെയിൽപാത. അതിനുശേഷം ഈ പുഴ നേരെ വന്ന് ഏകദേശം 42 കിലോമീറ്റർ അകലെയായി ഇവിടെ കടലുണ്ട്. അതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. കാരണം 42 കിലോമീറ്റർ അകലെ കടലാണ്. എന്നാൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും തിരച്ചിൽ ഇന്ന് പുഴയിലാണ്. ഈ മേഖലയിൽ വന്ന് കടലിലേക്ക് ഈ പുഴ ഗംഗാവലി നദി ഈ പുഴ കടലിലേക്ക് ചേരും. എന്തായാലും ഇവിടുന്ന് 42 കിലോമീറ്റർ ആണ് ഇപ്പോൾ കടലിലേക്കുള്ളത്. ഇവിടെയാണ് അപകടം നടന്നത്. ഇവിടെയാണ് ഇപ്പോൾ നേവി തിരച്ചിൽ നടത്തുന്നതും. മഞ്ജുഷ്, ഇതാണ് ഘടന. ഇങ്ങനെയാണ് നേരത്തെ ദൃശ്യങ്ങളിലും അത് വ്യക്തമായിരുന്നു. ഗംഗാവലി പുഴ